നമസ്കാരം. ദാമ്പത്യം ശാപമാകുമ്പോൾ ഒരു പരിഹാരം. ദാമ്പത്യം എന്ന് പറയുന്നത് ശാപമാകുമ്പോൾ ചിലർ കൗൺസിലിങ്ങിന് പോകുന്നു, ചിലർ അമ്പലത്തിലേക്ക് ഓടുന്നു, ചിലർ ഇതൊക്കെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി എനിക്ക് പൂജയും വഴിപാടൊന്നും ചെയ്യാൻ വയ്യ, എല്ലാം അവസാനിപ്പിക്കുന്നു. പരിഹാരം ദാമ്പത്യം മഹാശാപമായി മാറുന്നു. വിവാഹ തടസ്സത്തിന്റെയും വിവാഹം ഒഴിയുന്നതിന്റെയൊക്കെ കാരണങ്ങൾ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്താൽ കണ്ടെത്താൻ പറ്റും. ദാമ്പത്യ ക്ലേശത്തിനുള്ള കാരണങ്ങൾ, ആഭ്യന്തര ജീവിത പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു പുണ്യ ദാമ്പത്യത്തിൽ ഉണ്ടാകാം. ഇതിൽ ഈ പുണ്യ ദാമ്പത്യം എന്ന് പറയുമ്പോൾ അത് കെട്ടി ഉയർത്താനുള്ള ഒരു മാർഗം എന്ന് നാം വിവേകപൂർവ്വം പെരുമാറണം. അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജാതകത്തിൽ കണ്ടെത്തിയാൽ അതിന് പരിഹാരമുണ്ട്. ആ പരിഹാരം നമുക്ക് ചെയ്യാം. അപ്പോൾ ആ വിവേകപൂർണവും യുക്തിസഹജവുമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ട് പോവുകയാണെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റും. ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കുറ്റപ്പെടുത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈശ്വരനെ പഴിചാരിയത് കൊണ്ടൊന്നും അന്യരുടെ തലയിൽ കുറ്റങ്ങൾ ചാരിയത് കൊണ്ടൊന്നും ഫലമില്ല. കുറവുകളും കുറ്റങ്ങളും ഒക്കെ സഹനശക്തിയോടെ സഹിഷ്ണുതയോടും കൂടി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമുക്ക് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാൻ പറ്റും. കൗൺസിലിങ്ങിന് പോയിരുന്ന് തിരിച്ച് വീട്ടിലെത്തിയാൽ വീണ്ടും അടിയാണ്. എനിക്കറിയാം പലരും വന്നിരുന്നത് ദാമ്പത്യം കൈവിട്ടു പോയിട്ടിരുന്ന് കരയുന്നവരുണ്ട്. അപ്പോൾ സഹിഷ്ണുതയോടുകൂടിയും അത്യാവശ്യം ഒരു സഹനശക്തിയോടു കൂടിയൊക്കെ കാര്യങ്ങളെ ഗണിക്കാനും ഗ്രഹിക്കാനും ഒക്കെ പറ്റുകയാണ്. രണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദാമ്പത്യം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ഷണികമായിട്ടുള്ള മനുഷ്യജന്മം മഹാഭാഗ്യം കൊണ്ട് സുഹൃതം കൊണ്ടും ലഭിച്ചതാണ്. മനുഷ്യജന്മം എന്ന് പറയുമ്പോൾ അത് മഹാഭാഗ്യം കൊണ്ട് സുഹൃതം കൊണ്ടും ഒക്കെ ലഭിച്ചതാണ്. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ആ ജീവിതത്തെ നമ്മൾ തല്ലിക്കെടുത്താതിരിക്കുക. വേദപ്പൊരുളായ ജഗദീശ്വരന്റെ നേത്രങ്ങളാണ് ജ്യോതിഷത്തിലെ ഗണിതഫലങ്ങളും ഭാഗനിശ്ചയവും. അതുകൊണ്ട് അത് നല്ല രീതിയിൽ നോക്കി നല്ല രീതിയിൽ തന്നെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക.